തൃശൂർ മണ്ണുത്തിയിൽ സ്പിരിറ്റ് വേട്ട. മുന്തിരി ലോഡിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന 80 കന്നാസിലധികം സ്പിരിറ്റുമായി 2 പേരാണ് പിടിയിലായത്. പാലക്കാട് തൃശൂർ സ്വദേശികളെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. മണ്ണുത്തിയിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ജെയ്സൺ ചാമോളപ്പിൽ. ഈ ദിലീപിന്റെ ഒരു സിനിമയുണ്ടായിരുന്നു, ആ സിനിമയിൽ ഇതേപോലെ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വാളയാർ പരമശിവം സ്പിരിറ്റ് കൊണ്ടുവരുന്നതായിട്ട് ആ സിനിമയെ കാണിച്ചിരുന്നു പല രീതിയിൽ. ഇതൊരു പുതിയ രീതിയാണെന്ന് തോന്നുന്നു അല്ലേ ജെയ്സൺ ചാമോളപ്പിൽ? എന്താണ് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നാം ഇപ്പോൾ സ്പിരിറ്റിന് നടുവിലാണ്. സ്പിരിറ്റ് ക്യാനുകൾക്ക് നടുവിലാണ്. നാം സ്പിരിറ്റിനുള്ളിലല്ല. ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഒരു നല്ല വാർത്തയാണ് സത്യത്തിൽ ഇത്. കാരണം ഈ ഉത്സവ സീസണും പ്രത്യേകിച്ച് ന്യൂ ഇയർ വരുന്നു, അതുപോലെ തന്നെ ക്രിസ്മസ് വരുന്നു. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പരിശോധന എക്സൈസ് വിഭാഗം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ 2600ഓളം ലിറ്റർ സ്പിരിറ്റാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ എത്ര പേര് പിടിയിലായിട്ടുണ്ട്, എങ്ങനെയാണ് ഇൻഫർമേഷൻ? 2 പേര് ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. അതിൽ ഒരാൾ ഈ വാഹനം ഓടിച്ചു വന്ന ഡ്രൈവറാണ്. രണ്ടാമത്തെ ആൾ ഈ വാഹനം ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വന്ന ആളാണ്. അവരൊരു കാറിലാണ് വന്നത്. ആ കാറ് നമ്മൾ തടയാൻ ശ്രമിച്ചെങ്കിലും അത് നമ്മളെ വെട്ടിച്ച് പോയി. അതിനെ പിന്തുടർന്നെങ്കിലും പിടികൂടാൻ പറ്റിയില്ല. അതിൽ നിന്ന് ഇറങ്ങിയ ആൾ, ഈ വണ്ടി എടുക്കാനായിട്ട് ഇറങ്ങിയ ആളിനെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവന്നതാണെന്ന് നമ്മുടെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. എവിടെ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നത്? ഇത് ഇവിടുന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന് കൈമാറ്റം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിൽ വ്യക്തമാകുകയുള്ളൂ. ഈ ക്രിസ്മസ് വരികയാണ്, ന്യൂ ഇയറിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നതാണെന്നാണ് നമ്മുടെ അനുമാനം. ഇപ്പോൾ ഇതിലെ മുൻ പ്രതികളാണ് ഇവർ. ഈ 2 പേരും മുൻ കേസുകളിലെ പ്രതികളാണ്. പാലക്കാട് 2 പേർക്കും കേസുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഇത് മധ്യമേഖലാ കമ്മീഷൻ സ്ക്വാഡും അതോടൊപ്പം തന്നെ തൃശ്ശൂർ റേഞ്ച് പാർട്ടിയും AECയുടെ വിവിധ കേസന്വേഷണ സംഘവും ചേർന്നിട്ടുള്ള ടീമാണ് നമ്മൾ ഈ ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. രഹസ്യ വിവരം ലഭിച്ചോ? അതെ, രഹസ്യ വിവരം ലഭിച്ച് ഇങ്ങനെ ഒരു കൈമാറ്റം നടക്കുന്നതായിട്ടുള്ള വിവരം ലഭിച്ച് നമ്മൾ രാത്രി മുതൽ തന്നെ ഇവിടെ ഹൈവേയിലുണ്ടായിരുന്നു. മഫ്റ്റിയിലായിട്ട് പല വാഹനങ്ങളായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വാഹനം ഇങ്ങനൊരു വാഹനത്തിനെ കുറിച്ച് നമുക്കൊരു സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വാഹനം ഹൈവേയുടെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുകയും ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിൽ അങ്ങനെ പാർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളിതിന് പിന്തുടർന്ന് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് വ്യാപകമായിട്ട് വരുന്നുണ്ടോ? അത് ബാംഗ്ലൂരിൽ നിന്ന് പൊതുവേ സ്പിരിറ്റ് ആന്ധ്രയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് കടത്തിക്കൊണ്ടുവരുന്നത്. അവിടുത്തെ സോഴ്സ് അറിയോ നിങ്ങൾക്ക്? ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സോഴ്സ് അറിയോ? അത് ഡിസ്റ്റിലറികൾ കേന്ദ്രീകരിച്ചായിരിക്കാം വരുന്നത്. നമ്മൾ ഇതിൻ്റെ കേസിൻ്റെ തുടരന്വേഷണത്തിൽ അത് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. പല ബാറുകളിലൊക്കെയും ഈ സ്പിരിറ്റ് കൊണ്ടുവന്ന് ഇപ്പോൾ കലക്കി കൊടുക്കുന്ന രീതികളുണ്ട് എന്ന് പൊതുവെ ഉണ്ട്. അത് കുറച്ചൊക്കെ യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ കൊണ്ടുവന്നാകാൻ സാധ്യതയുണ്ട്. ഇത് ഏത് തരത്തിലെ ഉപയോഗത്തിനാണ് എന്നുള്ളത് എന്തായാലും സ്പിരിറ്റ് മദ്യം മിക്സ് ചെയ്ത് ഉപയോഗിക്കാനായിരിക്കണം. അത് എന്ത് തരം ആണെന്നുള്ളത് നമുക്ക് ഇവരെ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താലാണ് ഇതിനെ സംബന്ധിച്ച് അറിയാൻ കഴിയുള്ളൂ. ഈ മയക്കുമരുന്ന് വ്യാപകമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള റെയ്ഡ് എന്തെങ്കിലും നടക്കുന്നുണ്ട്. ഈ സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പോൾ ഈ മിക്കവാറും ഈ മാസം 5-ാം തീയതി തൊട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ പൊതുവിൽ മയക്കുമരുന്ന് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തി ആ പഴയ പ്രതികളെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷനുകൾ എടുത്ത് അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. ഇവർ മുൻപും കൊണ്ടുവന്നിട്ടുണ്ട് പിടിച്ച പ്രതികൾ. ഇവിടെ നേരത്തെ കേസില്ല. അവർ പാലക്കാടാണ് നേരത്തെ അവർക്ക് കേസുള്ളത്, കുമ്പളയിലും. അപ്പോൾ അരുൺകുമാർ, ഇതാണ് വലിയ തോതിലുള്ള പരിശോധന ഇപ്പോൾ നടന്നു വരികയാണ്. പ്രധാനമായും മയക്കുമരുന്നും നല്ല രീതിയിൽ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്പിരിറ്റും വരികയാണ്. സ്പിരിറ്റ് പല രീതിയിലും സപ്ലൈ ചെയ്യുന്നുണ്ട്. ബാറുകളിൽ പോലും ഈ സ്പിരിറ്റ് സപ്ലൈ നടക്കുന്നുണ്ട് എന്നതാണ് പ്രധാനമായും കണ്ടെത്തിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ നാം മുന്തിരി കണ്ടില്ല, ഈ മുന്തിരിയിൽ നിന്ന് വാറ്റി വൈനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് മുന്തിരിയിൽ ചുറ്റി വളഞ്ഞ് വെച്ച് സുരക്ഷിതമായി കൊണ്ടുവരികയായിരുന്നു സ്പിരിറ്റ്. ഇവർ നേരത്തെയും നിരവധി പല കേസുകളിലും ഇതുമായി ബന്ധപ്പെട്ട പിടിച്ചിട്ടുണ്ടെന്നാണ് എക്സൈസ് വിഭാഗം തന്നെ പറയുന്നത്. വരും ദിവസങ്ങളിലും ഈ പരിശോധന വ്യാപകമാക്കാനാണ് തീരുമാനം. കന്നാസുകൾ അടുക്കിയിട്ട് അതിന് മുകളിൽ ഈ പറയുന്ന മുന്തിരിപ്പെട്ടികൾ വെച്ചു അല്ലേ? അങ്ങനെയാണ് കൊണ്ടുവന്നത്. അതെ, തീർച്ചയായും നമുക്ക് ആ ഫ്രെയിം നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നു. കാരണം ഇപ്പം നമുക്ക് അകലെ നിന്ന് കാണാം ക്യാനുകൾ നല്ല ക്യാനുകളിലാക്കുന്നു. പിന്നീട് ആ ക്യാനുകൾ വലിയ കാർഡ്ബോർഡ് പെട്ടികളിലാക്കുന്നു. അപ്പോൾ ആരും സംശയിക്കില്ല. അതിന് മുകളിലേക്ക് മുന്തിരി ഈ പെട്ടികൾ, ഇപ്പം നാം നേരത്തെ കണ്ട മുന്തിരിയുടെ പെട്ടികൾ കയറ്റി വയ്ക്കുന്നു. അതോടുകൂടി വളരെ സുരക്ഷിതമായി യാത്രയായി സ്വാഭാവികമായ ഒരു സൂചന ലഭിക്കാതെ പരിശോധിക്കാൻ കഴിയാത്ത രീതിയിൽ, ആ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ അത്രയും സുരക്ഷിതമായിട്ടാണ് സ്പിരിറ്റ് കൊണ്ടുവരുന്നത്. വലിയ രീതിയിലുള്ള സ്പിരിറ്റ് കടത്ത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്
എക്സൈസിനും അതുപോലെ തന്നെ പോലീസിനൊക്കെ ലഭിച്ചിരിക്കുന്ന രഹസ്യവിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധന ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് നടക്കുന്നത്. നമുക്ക് ആ കാർഡ്ബോർഡ് പെട്ടിയൊക്കെ കണ്ടാൽ വളരെ ഭംഗിയായി കവർ ചെയ്ത യാതൊരു രീതിയിലും സംശയം തോന്നാത്ത രീതിയിലാണ് സ്പിരിറ്റിൻ്റെ ക്യാനുകൾ കാർഡ്ബോർഡ് പെട്ടിയിലേക്ക് ഇറക്കി വയ്ക്കുന്നത്. അതിന് മുകളിലേക്ക് ഈ പറയുന്ന മുന്തിരി കയറ്റുന്നു. രണ്ടാണ് ലാഭം, മുന്തിരിയും വിൽക്കാം സ്പിരിറ്റും വിൽക്കാം എന്നതാണ് ഈ കൊണ്ടുവരുന്നവരുടെ ഏറ്റവും വലിയ നേട്ടം. പക്ഷേ നേട്ടത്തിനിടയിൽ പിടിക്കപ്പെടുമെന്ന ചിന്ത അവർക്കുണ്ടാകാം. കാരണം നേരത്തെ ഇവരെ പിടിച്ചിട്ടുണ്ട് എന്നാണ് സ്റ്റേഷനുകൾ പാലക്കാടും കുമ്പളയിലൊക്കെ കേസുണ്ട് ഇവർക്ക്. തീർച്ചയായും അത്തരത്തിൽ ഒരു സൂചനയില്ലാതെ എക്സൈസിന് ഇത്തരം കാര്യങ്ങൾ പിടിക്കുക സാധ്യമല്ല. പ്രധാനമായും അത്രയേറെ വാഹനങ്ങൾ കടന്നു പോകുന്നു, പല ചരക്ക് കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും നിരന്തരമായി പരിശോധിക്കുക എന്നതൊന്നും പ്രായോഗികമല്ല. വ്യക്തമായ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് പരിശോധിക്കുന്നത്. ഇപ്പോൾ പല മയക്കുമരുന്ന് കേസുകൾ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് അറിയാം, ഈ വിദ്യാർത്ഥികളിലൂടെയാണ് പല ബാംഗ്ലൂർ ഭാഗത്തു നിന്നൊക്കെയും നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് മയക്കുമരുന്ന് പ്രധാനമായും കൊണ്ടുവരുന്നത്. അത് അവിടെ നിന്ന് തന്നെ വ്യക്തമായ സൂചന ലഭിക്കും. ആ സൂചനയുടെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധന നടത്തുക. അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളെയും അല്ല എല്ലാവരെയും ഒന്നും പരിശോധിക്കൽ പ്രായോഗികമല്ല. അത്തരത്തിൽ സൂചനകൾ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് അവർ നേരത്തെ തന്നെ ചെയ്യുന്നുണ്ട്. എക്സൈസ് വിഭാഗം നേരത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ പറഞ്ഞു, നേരത്തെ കേസുകളിൽ പ്രതികളായ ആളുകളെ നിരീക്ഷിക്കും. പ്രത്യേകിച്ച് ഉത്സവ സീസണുകൾ അതുപോലെ തന്നെ ആഘോഷങ്ങളുമായി നിരീക്ഷണത്തിലൂടെ ഇല്ല പ്രതികൾ ഇപ്പോഴും അവിടെ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ സംസാരിക്കും. പ്രതികൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇതിന് സാമ്പിളുകൾ പരിശോധിക്കാൻ വേണ്ടി സാമ്പിളുകൾ എടുക്കണം. അതിനുശേഷം രാസപരിശോധനയ്ക്ക് അയക്കണം. അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ്. നിയമപരമായി ഇത് കോടതിയിൽ നിലനിൽക്കുന്ന എല്ലാ ഖാനുകളിൽ നിന്നും പ്രതി നമ്മളോടല്ല പറയുന്നത്, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറോടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. അവരെവിടെ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ചോദിച്ചറിയുകയാണ് എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്ന് നടക്കുമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. നേരത്തെ ഇവർ കേസുകളിൽ പ്രതികളായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖത്ത് അത്ര വലിയ ആശങ്കയോ അസ്വസ്ഥതയോ ഒന്നും അവർ കാണാൻ കഴിയില്ല. അവർ വളരെ ശാന്തരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം പല കേസുകളിലും പ്രതികളായി കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷയമേ അല്ലല്ലോ കേസിൽ പ്രതിയാവുന്ന. അവർ വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ വ്യക്തമായ സൂചനകൾ എക്സൈസ് വിഭാഗത്തിന് ലഭിക്കുന്നു, അല്ലെങ്കിൽ പോലീസിന് ലഭിക്കുന്നു. അത് നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ്. ശരി ജെയ്സൺ, ഓക്കെ. എന്തായാലും ഒറ്റുകാരുള്ളത് കൊണ്ടാണ് ആ സ്പിരിറ്റ് പിടിക്കാൻ കഴിഞ്ഞത്. പ്രധാനപ്പെട്ട കാര്യം ഉത്സവ സമയമാണ്. താങ്ക് യു ജെയ്സൺ. പക്ഷേ പറഞ്ഞത് ഞാൻ സ്പിരിറ്റിന്റെ ഇടയിലല്ല എന്ന് ജെയ്സൺ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. സ്പിരിറ്റിന്റെ ഇടയിൽ നിന്നാലും കുഴപ്പമില്ല, സ്പിരിറ്റ് ഉള്ളിൽ പോവാതിരുന്നാൽ മതി. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് പറയാം, ഈ ഉത്സവകാലമാണ്. ഇത്തരം സാധനങ്ങളൊക്കെ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്, കരുതിയിരിക്കുക. അതിൽ എക്സൈസ് വകുപ്പ് കൂടുതൽ ജാഗ്രത പാലിക്കുക. അതിർത്തികൾ കടന്നിട്ട് ഇപ്പോൾ സ്പിരിറ്റൊന്നുമല്ല, ഇപ്പോൾ മറ്റ് ഐറ്റങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്, പുതിയ ഐറ്റങ്ങൾ. അപ്പോൾ അതൊക്കെ എക്സൈസ് ജാഗരൂകരായി തന്നെ ഇരിക്കുക. ഉത്സവകാലമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ഇയർ വരാൻ പോകുന്നു. അപ്പോൾ ന്യൂ ഇയർ വരുന്ന സമയത്ത് ഇത്തരം സാധനങ്ങളുടെ വിപണനവും കടത്തലും കൂടുതലായിരിക്കും. പല പുതിയ ഐറ്റങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. നമ്മളതിനെക്കുറിച്ചൊരു വലിയ പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, പൊതുജനങ്ങളെയും കുട്ടികളെയും ഒക്കെ നമ്മൾ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പോയി ഇതിന് തലവെച്ച് കൊടുത്ത് അഡിക്റ്റായി തീരുന്നുണ്ട്. കൺമുന്നിലൂടെ ഈ തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇല്ലാതായി പോകുന്നത് രക്ഷിതാക്കൾ കാണേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാവുന്നു. ഈ സ്പിരിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ